പ്രിയ പ്രേക്ഷകർ, ഈ മണിക്കൂറിൽ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ആലപ്പുഴയിലേക്കാണ്. ആലപ്പുഴ പുന്നപ്രയിലേക്കാണ്. 63 വർഷത്തെ പാർട്ടി ബന്ധം അവസാനിപ്പിച്ച് CPM-ൽ നിന്ന് സ്വയം പുറത്തേക്ക് പോവുകയാണ് ജി സുധാകരൻ. അമ്പലപ്പുഴയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ നിർണായക വാർത്താ സമ്മേളനം 11 മണിക്കുണ്ടാവും. സുധാകരനെതിരെ അമ്പലപ്പുഴയിൽ VS അച്യുതാനന്ദന്റെ മകൻ V അരുൺകുമാറിനെ മത്സരിപ്പിക്കാനാണ് CPM-ൽ ഒരു ആലോചന. വാർത്താ സമ്മേളനം വരെ സമൂഹ മാധ്യമങ്ങളിലോ അല്ലാതെയോ യാതൊരു പ്രകോപനവും പാടില്ലെന്ന് CPM കീഴ്ഘടകങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം സുധാകരനെ പിന്തുണയ്ക്കാനാണ് UDF തീരുമാനം. RSP നേതാവ് BN ഹസ്കർ സുധാകരനെ വീട്ടിലെത്തി പിന്തുണ അറിയിച്ചു. വിവരങ്ങളുമായി മനീഷ് മഹിവാലും ആദിൽ പാലോടും സജോ ദേവസയും തത്സമയം ചേരുന്നുണ്ട്. ആദ്യം മനീഷിലേക്ക്. മനീഷ്, നിർണായകമായ വാർത്താ സമ്മേളനത്തിൽ മാറ്റമില്ലല്ലോ അല്ലേ? 11 മണിക്ക് ജി സുധാകരൻ വീട്ടിൽ വെച്ച് അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കും. ഒരു മാറ്റവുമില്ലല്ലോ ഈ നിമിഷം വരെയും? അരുൺകുമാർ, നിലവിൽ ഈ വാർത്താ സമ്മേളനത്തിൽ ഒരു മാറ്റവുമില്ല. ഇനി 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ. വലിയ നിർണായകമായിട്ടുള്ള സങ്കീർണമായ രാഷ്ട്രീയ കാലാവസ്ഥ ഉണ്ടാകുന്നു. രാഷ്ട്രീയ എതിരാളിയായി 63 വർഷം പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ അല്ലെങ്കിൽ പാർട്ടിയെ നയിച്ച ഒരു നേതാവ് തന്നെ രാഷ്ട്രീയ എതിരാളിയായി വരുമ്പോൾ അദ്ദേഹം നടത്തുന്ന വാർത്താ സമ്മേളനം CPIM-നും ഇടതുപക്ഷത്തിനും എത്രത്തോളം പരിക്കേൽക്കുമെന്നതാണ് ആകാംക്ഷയോടെ കാണുന്നത്. അദ്ദേഹം ഈ കസേരയിൽ ഇരുന്ന് ഇവിടെ വെച്ചായിരിക്കും ഇനി ഏകദേശം 1 മണിക്കൂറിന് ശേഷം വാർത്താ സമ്മേളനം നടത്തുക. അതായത് മാധ്യമങ്ങളെ കണ്ട് നേരത്തെ തന്നെ, അതായത് അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് ശേഷം അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം അടുത്ത ദിവസം നടത്തുമെന്ന് നേരത്തെ തന്നെ അന്ന് അറിയിച്ചിരുന്നു. പക്ഷെ പിന്നീട് ആ വാർത്താ സമ്മേളനം നടത്താൻ ഉദ്ദേശിച്ച ദിവസം മാറ്റിവെക്കുകയായിരുന്നു. ഇന്ന് എന്താണെങ്കിലും 11 മണിക്ക് മുൻപ് 11 മണിക്ക് വാർത്താ സമ്മേളനം നടത്താൻ ഉണ്ടായ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താനായിട്ടായിരുന്നു നേതാക്കളടക്കം ഇന്നലെ രാത്രി ഇവിടെ വന്നിരുന്ന് അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയത്. ജില്ലാ സെക്രട്ടറി R നാസർ അടക്കമുള്ള നേതാക്കൾ അനുനയത്തിന്റെ അവസാന അടവും പ്രയോഗിച്ചു. പക്ഷെ അദ്ദേഹം അനുനയത്തിന് തയ്യാറല്ല. പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാനും അമ്പലപ്പുഴയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കൽ നിന്ന് പിന്തിരിയാനും ജി സുധാകരൻ ഈ നിമിഷം വരെയും തയ്യാറല്ല. 11 മണിക്ക് അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥിത്വം അദ്ദേഹം പ്രഖ്യാപിക്കും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാർട്ടിക്കെതിരെയും നേതാക്കൾക്കെതിരെയും തുറന്നടിക്കുമോ, എന്തെങ്കിലും തരത്തിലുള്ള വെളിപ്പെടുത്തൽ തുറന്നു പറയും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ, പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന എന്തൊക്കെ തരത്തിലുള്ള പരാമർശങ്ങൾ ജി സുധാകരൻ നടത്തും. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ പ്രതിരോധം തീർക്കുക, ജാഗ്രത. അതുകൊണ്ട് അത്രയും കരുതലോടെയാണ് CPM നേതൃത്വം അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം കാണുന്നത്. ഇപ്പോൾ ഇതിനോടകം തന്നെ ഏരിയ കേന്ദ്രങ്ങളിൽ, ഏരിയ സെന്ററുകളിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ അവിടേക്ക് എത്തണമെന്ന കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജി സുധാകരൻ ഏതെങ്കിലും തരത്തിൽ വാവിട്ട വാക്ക് പാർട്ടിക്കെതിരെ പറയുകയാണെങ്കിൽ പ്രതിഷേധ പ്രകടനങ്ങൾ ആലപ്പുഴയിൽ, അമ്പലപ്പുഴയിൽ പല സ്ഥലങ്ങളിലും നടത്താൻ പാർട്ടി നേതൃത്വം ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് വാർത്താ സമ്മേളനം വരെയും ക്ഷമിക്കാനും അതുവരെ കരുതലോടെ ഇരിക്കാനുമാണ് നിലവിൽ കീഴ്ഘടകങ്ങളോട് നേതൃത്വം ആവശ്യപ്പെടുന്നത്. അരുൺകുമാർ.